ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് 10th മെയിൻസ് ഹോട്ട് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് 1857 വിപ്ലവം അഥവാ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. 1857 വിപ്ലവത്തിലേക്ക് നയിച്ച ബ്രിട്ടീഷ് നിയമങ്ങൾ ഏതൊക്കെയാണ്? ദത്തവകാശ നിരോധന നിയമം, അതുപോലെ സൈനിക സഹായ വ്യവസ്ഥ, സൈനികരെ അടിമകളെ പോലെ കണക്കാക്കുന്നത്, സൈനികരുടെ ശമ്പളക്കുറവ്, അതുപോലെ 1854 പോസ്റ്റ് ഓഫീസ് നിയമം തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളാണ് 1857 വിപ്ലവത്തിലേക്ക് നയിച്ചത്. എന്നാൽ ഈ വിപ്ലവത്തിന് ഉണ്ടായ പെട്ടെന്നുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, മൃഗക്കൊഴുപ്പ് പുരട്ടിയ വെടിയുണ്ട ഉപയോഗിക്കാൻ ഈ സൈനികരോട് ആവശ്യപ്പെട്ടതാണ് നമ്മളുടെ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ 1857 വിപ്ലവത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണം. ക്ലിയർ അല്ലേ? മൃഗക്കൊഴുപ്പ് പുരട്ടിയ പുതിയ തരം തിരകൾ നിറച്ച എൻഫീൽഡ് തോക്ക്. ആ എൻഫീൽഡ് തോക്കാണ് എൻഫീൽഡ് P53 എന്ന തോക്ക്. അപ്പോൾ ആ ഒരു തോക്ക് ഉപയോഗിച്ച് വെടിവെക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഭടന്മാരെ നിർബന്ധിച്ചു. അതാണ് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം. അങ്ങനെ ഈ സമരം ആരംഭിക്കുന്നത് 1857 മെയ് 10 അല്ലേ? മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റിലാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യ തീപ്പൊരി ഉണ്ടായത് എവിടെ? അല്ലെങ്കിൽ 1857 വിപ്ലവത്തിൽ നമ്മുടെ മംഗൽ പാണ്ഡെയുടെ നേതൃത്വത്തിൽ ആദ്യ വെടിവെപ്പ് നടന്ന സ്ഥലം ഏത്? ഈ രണ്ട് ചോദ്യത്തിനും ഒരു ഉത്തരമാണ് പശ്ചിമ ബംഗാളിലെ ബരക്പൂർ ആണ്. ബരക്പൂർ. ഓക്കെ. അപ്പോൾ 1857 വിപ്ലവത്തിൻ്റെ ആദ്യ തീപ്പൊരി ഉണ്ടായത് എവിടെ എന്ന ചോദ്യത്തിനും, അതുപോലെ മംഗൽ പാണ്ഡെയുടെ നേതൃത്വത്തിൽ 1857 ആദ്യ വെടിവെപ്പ് നടന്ന സ്ഥലം ഏത് എന്ന് ചോദിച്ചാലും ബരക്പൂർ എന്ന ഉത്തരമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അടുത്ത പോയിന്റ്, 1857 വിപ്ലവത്തിലെ കലാപകാരികളുടെ രഹസ്യമുദ്ര എന്തായിരുന്നു? ചപ്പാത്തിയും ചുവന്ന താമരയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ചപ്പാത്തി വിപ്ലവം എന്നുകൂടി ഈ ഒരു സമരം അറിയപ്പെടുന്നുണ്ട്. 1857 വിപ്ലവത്തിൻ്റെ മറ്റൊരു പേരാണ് ചപ്പാത്തി വിപ്ലവം. പിന്നെ ശിപ്പായി ലഹള എന്നും അറിയപ്പെടുന്നുണ്ട്. ശിപ്പായി ലഹള. വിപ്ലവകാരികൾ ഡൽഹി പിടിച്ചെടുത്തത് 1857 മെയ് 12. ആദ്യം പിടിച്ചെടുത്ത പ്രദേശം ഡൽഹി ആയിരുന്നു. ഡൽഹി പിടിച്ചെടുത്ത വർഷം 1857 മെയ് 12. ബ്രിട്ടീഷുകാർ ഡൽഹി കൈവശപ്പെടുത്തിയതിന് ശേഷം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കൊല ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിന് സാക്ഷിയായിട്ടുള്ള ഒരു ഉറുദു കവിയാണ് മിർസ ഖാലിബ്. മിർസ ഖാലിബാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ബ്രിട്ടീഷുകാർ കൊലപ്പെടുത്തിയതിന് സാക്ഷിയായിട്ടുള്ള ഉറുദു കവി എന്ന ചോദ്യത്തിന് ഉത്തരം മിർസ ഖാലിബ് എന്നാണ്. മിർസ ഖാലിബ്. ഓക്കെ. ഇനി വരുന്ന 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാത്ത പ്രദേശങ്ങളുണ്ടായിരുന്നു. പഞ്ചാബ്, ബോംബെ, മദ്രാസ് എന്നീ പ്രദേശങ്ങളിലേക്കൊന്നും ഒന്നാം സ്വാതന്ത്ര്യ സമരം വല്ലാതെ വ്യാപിച്ചിരുന്നില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചിരുന്നത് ഉത്തർപ്രദേശിലായിരുന്നു. അതുപോലെ ഏറ്റവും ആദ്യം ഈ വിപ്ലവകാരികൾ പിടിച്ചെടുത്ത പ്രദേശം എന്ന് പറയുന്നത് ഡൽഹിയുമാണ്. ഓക്കെ. ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരിയാണ് താന്തിയ തോപ്പി. താന്തിയ തോപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരിയാണ് താന്തിയ തോപ്പി. രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നാണ് താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം. നാനാ സാഹിബിൻ്റെ പട്ടാള മേധാവിയായിരുന്നു താന്തിയ തോപ്പി. നാനാ സാഹിബിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ഓക്കെ. അപ്പോൾ ഈ താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയത് സർ കോളിൻ ക്യാമ്പൽ എന്ന ബ്രിട്ടീഷ് പട്ടാള മേധാവിയാണ്. ഓക്കെ. അപ്പോൾ താന്തിയ തോപ്പി നാനാ സാഹിബിൻ്റെ പട്ടാള മേധാവിയാണ്. താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് പട്ടാള മേധാവിയാണ് സർ കോളിൻ ക്യാമ്പൽ. ഇദ്ദേഹം 1859 ഏപ്രിൽ 18 അന്തരിച്ചു. താന്തിയ തോപ്പി വധിക്കപ്പെടുകയാണ് ചെയ്തത്. 1859 ഏപ്രിൽ 18 താന്തിയ തോപ്പി വധിക്കപ്പെട്ട സ്ഥലം ശിവപുരിയാണ്. മധ്യപ്രദേശിലെ ശിവപുരിയിൽ വെച്ചാണ് താന്തിയ തോപ്പി 1859 ഏപ്രിൽ 18 വധിക്കപ്പെട്ടത്. താന്തിയ തോപ്പിയുടെ പോയിന്റ്സ് നമുക്ക് ഒന്നുകൂടി നോക്കാം. താന്തിയ തോപ്പി നാനാ സാഹിബിൻ്റെ പട്ടാള മേധാവിയായിരുന്നു. രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. ഗറില്ല യുദ്ധരീതി നടപ്പിലാക്കി. അതുപോലെ താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയത് കോളിൻ ക്യാമ്പലാണ്. 1859 ഏപ്രിൽ 18 ശിവപുരിയിൽ വെച്ച് ഇദ്ദേഹം വധിക്കപ്പെടുകയാണ്. ഓക്കെ. ശിവപുരിയിലാണ് താന്തിയ തോപ്പി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത്. ഈ ശിവപുരി മധ്യപ്രദേശിലാണ്. ഇത്രയുമാണ് താന്തിയ തോപ്പിയെക്കുറിച്ച് പഠിക്കേണ്ടത്. അടുത്ത നമുക്ക് നാനാ സാഹിബ്, മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന നാനാ സാഹിബിനെ കുറിച്ച് പഠിക്കാം. ദോണ്ടു പന്ത് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. ദോണ്ടു പന്ത് എന്നാണ് നാനാ സാഹിബിൻ്റെ യഥാർത്ഥ നാമം.
ഈ 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. അതുപോലെ പേഷ്വാ ബാജിറാവു രണ്ടാമൻ്റെ ദത്തുപുത്രനാണ് നാനാ സാഹിബ്. ആരാണ്? പേഷ്വാ ബാജിറാവു രണ്ടാമൻ്റെ ദത്തുപുത്രൻ. വിപ്ലവശേഷം ഇദ്ദേഹം നേപ്പാളിലേക്ക് പലായനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നാനാ സാഹിബിൻ്റെ പട്ടാള മേധാവിയായിരുന്നു താന്തിയ തോപ്പി എന്ന പോയിന്റ്. ഇനി നാനാ സാഹിബിനെ കുറിച്ചുള്ള പോയിന്റ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നു. ദോണ്ടു പന്ത് എന്നാണ് യഥാർത്ഥ നാമം. 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നു. പേഷ്വാ ബാജിറാവു രണ്ടാമൻ്റെ ദത്തുപുത്രനാണ് നാനാ സാഹിബ്. വിപ്ലവശേഷം ഇദ്ദേഹം നേപ്പാളിലേക്ക് പലായനം ചെയ്യുകയാണ്. ഇദ്ദേഹത്തിൻ്റെ സൈനിക ഉപദേഷ്ടാവാണ് ആര്? താന്തിയ തോപ്പി എന്ന് പറയുന്ന വ്യക്തി. നാനാ സാഹിബും താന്തിയ തോപ്പിയും കൂടിയാണ് കാൺപൂരിലെ വിപ്ലവങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. 1857 വിപ്ലവ സമയത്ത് കാൺപൂർ പ്രദേശത്ത് വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് നാനാ സാഹിബും താന്തിയ തോപ്പിയും ചേർന്നാണ്. ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പല ആവർത്തി PSC ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത നമുക്ക് കൻവർ സിംഗിനെ കുറിച്ച് പഠിക്കാം. ബീഹാറിൽ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് കൻവർ സിംഗ്. ബീഹാർ സിംഹം എന്നറിയപ്പെടുന്നത് കൻവർ സിംഗ് ആണ്. നമ്മുടെ 1857 വിപ്ലവത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൻവർ സിംഗ് ആണ്. 1857 വിപ്ലവത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൻവർ സിംഗ്. അങ്ങനെയാണെങ്കിൽ 1857 വിപ്ലവത്തിൻ്റെ അംബാസിഡർ എന്നോ പ്രവാചകൻ എന്നോ ചോദിച്ചാൽ എന്താണ് ഉത്തരം എഴുതേണ്ടത്? ആരാണ്? അസീമുള്ള ഖാനാണ് കേട്ടോ. 1857 വിപ്ലവത്തിൻ്റെ അംബാസിഡർ അല്ലെങ്കിൽ പ്രവാചകൻ ആര് എന്ന് ചോദിച്ചാൽ അസീമുള്ള ഖാൻ എന്ന് വേണം ഉത്തരം വരാൻ. ഈ ഭാഗത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വ്യക്തിയാണ് മംഗൽ പാണ്ഡെ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് മംഗൽ പാണ്ഡെയാണ്. മംഗൽ പാണ്ഡെ ഉൾപ്പെടുന്ന സൈനിക വിഭാഗം ഏതാണ്? 34ാം ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി റെജിമെന്റ് ആണ്. 34ാം ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി റെജിമെന്റ് ആണ് നമ്മളുടെ മംഗൽ പാണ്ഡെ ഉൾപ്പെടുന്ന സൈനിക വിഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഈ ഗ്രീസ് പുരട്ടിയ അല്ലെങ്കിൽ മൃഗക്കൊഴുപ്പ് പുരട്ടിയ വെടിയുണ്ട ഉപയോഗിക്കാൻ വിസമ്മതിക്കുകയും അതുപോലെ അഡ്ജൂറ്റന്റ് പദവി വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തുകയും ചെയ്ത സൈനികനാണ് മംഗൽ പാണ്ഡെ. ക്ലിയർ ആയല്ലോ? മൃഗക്കൊഴുപ്പ് പുരട്ടിയ വെടിയുണ്ട ഉപയോഗിക്കാൻ വിസമ്മതിക്കുകയും അഡ്ജൂറ്റന്റ് പദവി വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തുകയും ചെയ്ത സൈനികനാണ് മംഗൽ പാണ്ഡെ. ഈ മംഗൽ പാണ്ഡെ ഇദ്ദേഹത്തെ വധിച്ചത്, അഡ്ജൂറ്റന്റ് പദവി വഹിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ടെന്ന് പറഞ്ഞു, അദ്ദേഹത്തെ വധിച്ചത് 1857 മാർച്ച് 29-നാണ്. അതൊന്നും നമുക്ക് അത്ര ആവശ്യമുള്ള കാര്യങ്ങളല്ല, എങ്കിലും അത് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇദ്ദേഹമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യ രക്തസാക്ഷി. 34ാം ബംഗാൾ ഇൻഫൻട്രിയിലെ സൈനിക വിഭാഗത്തിലായിരുന്നു ഇദ്ദേഹം ഉൾപ്പെട്ടിരുന്നത്. ഈ ഉദ്യോഗസ്ഥനെ വധിക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ ഇദ്ദേഹത്തിനെ തൂക്കിലേറ്റുകയാണ്. 1857 ഏപ്രിൽ 8-നാണ് മംഗൽ പാണ്ഡെയെ തൂക്കിലേറ്റുന്നത്. 1857 ഏപ്രിൽ 8 മംഗൽ പാണ്ഡെയെ തൂക്കിലേറ്റുകയാണ്. 2005 ഖേതൻ മേത്ത സംവിധാനം ചെയ്ത മംഗൽ പാണ്ഡെ ദ റൈസിംഗ് എന്നൊരു സിനിമ മംഗൽ പാണ്ഡെയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. അമീർ ഖാൻ ആണ് ഇതിൽ മംഗൽ പാണ്ഡെ ആയിട്ട് വേഷമിട്ടിട്ടുള്ളത്. നോട്ട് ചെയ്ത് വയ്ക്കുക, സിനിമയുടെ പേര് മംഗൽ പാണ്ഡെ ദ റൈസിംഗ് എന്നാണ്. അടുത്തത് ബഹദൂർ ഷാ സെക്കൻഡ്. ബഹദൂർ ഷാ സെക്കൻഡിനെ കുറിച്ച് പഠിക്കാം. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ മുഗൾ ഭരണാധികാരി ആരായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു, അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫർ ആയിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്തെ മുഗൾ ഭരണാധികാരി. ഈ ബഹദൂർ ഷാ രണ്ടാമനെ കീഴടക്കാൻ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് വില്യം ഹോഡ്സൺ. വില്യം ഹോഡ്സൺ ആണ് ബഹദൂർ ഷാ രണ്ടാമനെ കീഴടക്കാൻ നേതൃത്വം കൊടുത്ത വ്യക്തി. ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായത് നമ്മുടെ ഹുമയൂണിന്റെ ശവകുടീരത്തിൽ നിന്നാണ്. ഹുമയൂണിന്റെ ശവകുടീരത്തിൽ അഭയം പ്രാപിച്ച ബഹദൂർ ഷാ രണ്ടാമനെ പിടികൂടിയത് ആരാണ്? നമ്മൾ പറഞ്ഞു വില്യം ഹോഡ്സൺ ആണ് അല്ലേ? വില്യം ഹോഡ്സൺ ആണ്. തുടർന്ന് അദ്ദേഹത്തെ റംഗൂണിലേക്ക് നാട് കടത്തുകയാണ്. റംഗൂണിലേക്ക് അദ്ദേഹത്തെ നാട് കടത്തി, അത് ഓർത്തു വയ്ക്കുക സ്ഥലം. അവിടെ റംഗൂണിൽ വെച്ചിട്ട് 1862 ഇദ്ദേഹം മരണമടയുകയാണ്. റംഗൂൺ ബർമയിലാണ്. റംഗൂണിന്റെ പുതിയ പേര് യാങ്കോൺ എന്നുള്ളതാണ്. യാങ്കോൺ. ഓക്കെ, 1858 ഒക്ടോബർ 7-നാണ് ഇദ്ദേഹത്തെ നാട് കടത്തിയത്. അപ്പോൾ ഇദ്ദേഹം മരണപ്പെട്ടത് റംഗൂണിൽ വെച്ച് 1862-ലാണ്. ഓക്കെ, ബഹദൂർ ഷാ രണ്ടാമന്റെ ശവകുടീരം ഈ റംഗൂണിൽ തന്നെയാണ്. ഇദ്ദേഹം അറിയപ്പെടുന്നത് ഷഹൻഷായ് ഹിന്ദുസ്ഥാൻ എന്നുകൂടെ വിശേഷണമുള്ള വ്യക്തിയാണ് ബഹദൂർ ഷാ സെക്കൻഡ്. ഷഹൻഷായ് ഹിന്ദുസ്ഥാൻ എന്ന വിശേഷണമുള്ള വ്യക്തിയാണ് ബഹദൂർ ഷാ സെക്കൻഡ്. ഒന്നുകൂടി നമുക്ക് നോക്കാം. ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്തെ മുഗൾ ഭരണാധികാരിയായിരുന്നു ബഹദൂർ ഷാ രണ്ടാമൻ, അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫർ. ഷഹൻഷായ് ഹിന്ദുസ്ഥാൻ എന്ന വിശേഷണമുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. ബഹദൂർ ഷാ രണ്ടാമനെ ഹുമയൂണിന്റെ ശവകുടീരത്തിൽ നിന്ന് കീഴടക്കിയത് വില്യം ഹോഡ്സൺ ആണ്. എന്നിട്ട്
റംഗൂണിലേക്ക് നാടുകടത്തി. റംഗൂണിൻ്റെ പുതിയ പേര് യാങ്കോൺ എന്നാണ്. ബർമയിലാണ് റംഗൂൺ. 1858 ഒക്ടോബർ 7 ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തിയത്. റംഗൂണിൽ വെച്ച് 1862 ഇദ്ദേഹം മരണമടഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് റംഗൂണിലാണ്. റാണി ലക്ഷ്മിഭായി ആണ് ഇനി നമ്മൾ പഠിക്കുന്നത്. റാണി ലക്ഷ്മിഭായിയെക്കുറിച്ച് കുറച്ചധികം പോയിന്റ്സ് പഠിക്കാനുണ്ട്. ഝാൻസിയിൽ 1ാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് റാണി ലക്ഷ്മിഭായി. മണികർണിക, മനുഭായ്, മന്ത്രാഭായ്, ചബേലി എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് ഝാൻസി റാണിയാണ്. ഝാൻസിയിലെ രാജാവായിരുന്ന രാജ ഗംഗാധർ റാവുവിൻ്റെ ഭാര്യയാണ് റാണി ലക്ഷ്മിഭായി. ഇവരുടെ ദത്തുപുത്രനാണ് ദാമോദർ റാവു. ദാമോദർ റാവു ദത്തുപുത്രനും ഭർത്താവ് ഗംഗാധര റാവുവാണ്. ഝാൻസിയിലെ രാജാവായിരുന്നു ഈ ഗംഗാധര റാവു. ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ് ഝാൻസി റാണി അല്ലെങ്കിൽ റാണി ലക്ഷ്മിഭായി ഝാൻസിയുടെ ഭരണം ഏറ്റെടുക്കുന്നത്. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ ഝാൻസിയെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് ഝാൻസി റാണി ഈ ഒരു വിപ്ലവത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. ഓക്കെ, ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ ഝാൻസി എന്ന പ്രദേശത്തെ പിടിച്ചടക്കാൻ ശ്രമിച്ചത് കാരണമായിരുന്നു ആ സമയത്ത് ഝാൻസി റാണി നമ്മുടെ ഈ ഒരു വിപ്ലവത്തിലേക്ക് കടന്നു വരുന്നത്. ഝാൻസി റാണിയെ വധിച്ച ബ്രിട്ടീഷ് പട്ടാള മേധാവിയാണ് ഹ്യൂഗ് റോസ്. ഗ്വാളിയോറിൽ വെച്ച് ഹ്യൂഗ് റോസ് എന്ന ബ്രിട്ടീഷ് പട്ടാള മേധാവിയാണ് ഝാൻസി റാണിയെ വധിച്ചത്. അപ്പോൾ 1857 ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് റാണി ലക്ഷ്മിഭായി ആണ്. 1857 വിപ്ലവത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് റാണി ലക്ഷ്മിഭായി. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ഈ ഹ്യൂഗ് റോസ് ആണ്. ഝാൻസി റാണിയെ വധിച്ച ബ്രിട്ടീഷ് പട്ടാള മേധാവിയാണ് ഹ്യൂഗ് റോസ്. അദ്ദേഹം ഝാൻസി റാണിയെ വിശേഷിപ്പിക്കുകയാണ് വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന്. അതുപോലെ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. വിശ്വചരിത്ര അവലോകനം എന്ന കൃതിയിലാണ് അദ്ദേഹം ഇങ്ങനെ വിശേഷിപ്പിച്ചത്. എന്താണ്? ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു. അങ്ങനെ 1858 ജൂൺ 18 നമ്മളുടെ ഹ്യൂഗ് റോസിനാൽ വധിക്കപ്പെടുകയാണ് റാണി ലക്ഷ്മിഭായി. INAയുടെ വനിതാ ബറ്റാലിയൻ അറിയപ്പെടുന്നത് ഝാൻസി റാണി റെജിമെൻ്റ് എന്നാണ്. INAയുടെ വനിതാ ബറ്റാലിയൻ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഝാൻസി റാണി റെജിമെൻ്റ് എന്നാണ്. PYQ ആണ്. അതുപോലെ ഝാൻസി റാണി നഗരം ഇപ്പോൾ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഈ ഝാൻസി റാണി മറൈൻ നാഷണൽ പാർക്കുണ്ട്, അത് ആൻഡമാനിലാണെന്നും കൂടി ഓർത്ത് വയ്ക്കുക. അതൊന്നും ചോദിച്ചിട്ടില്ല, ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കുറച്ച് കൃതികളുണ്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുള്ളത്. അത് മാത്രമാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, മാൽസ പ്രവാസ്. മാൽസ പ്രവാസ് എന്ന കൃതി വിഷ്ണു ഭട്ട് ഗോഡ്സെയാണ് എഴുതിയത്. മാൽസ പ്രവാസ് വിഷ്ണു ഭട്ട് ഗോഡ്സെയാണ് എഴുതിയത്. അതുപോലെ അമൃതം തേടി മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ കൃതിയാണ് അമൃതം തേടി. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് അമൃതം തേടി എന്ന കൃതി എഴുതിയത് ആര്? PYQ മലയാറ്റൂർ രാമകൃഷ്ണൻ. മലയാറ്റൂർ രാമകൃഷ്ണനാണ്. അതുപോലെ ക്യൂൻ ഓഫ് ഝാൻസി എന്ന പുസ്തകം ആരുടെയാണ്? മഹേശ്വേത ദേശായി. മഹേശ്വേത ദേശായിയുടെ കൃതിയാണ് ക്യൂൻ ഓഫ് ഝാൻസി. ഇനി കൺഫ്യൂഷൻ തോന്നുന്ന ഒരു 4 പോയിന്റ്സ് ഉണ്ട്, ഒന്ന് നോക്കാം. 1857 വിപ്ലവത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷി ആരാണെന്ന് നമ്മൾ പഠിച്ചു. ആരാണ്? മംഗൽ പാണ്ഡെ. 1857 വിപ്ലവത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷി മംഗൽ പാണ്ഡെ. ചോദ്യം ഇങ്ങനെയാണ്: ഇന്ത്യയിലെ ആദ്യ വനിതാ രക്തസാക്ഷി. ഇന്ത്യയിലെ ആദ്യ വനിതാ രക്തസാക്ഷി ആരാണ്? പ്രീതി ലത വഡേദാർ അല്ലെങ്കിൽ പ്രീതി ലത വദേദ്കർ എന്നും കാണുന്നുണ്ട് കേട്ടോ. പ്രീതി ലത വദേദാർ അല്ലെങ്കിൽ വഡേദ്കർ. 1930 ഇവർ രക്തസാക്ഷിയാവുന്നത്. ഇന്ത്യയിലെ ആദ്യ വനിതാ രക്തസാക്ഷിയാണ് പ്രീതി ലത വദേദ്കർ. ഇനി അടുത്തൊരു പോയിന്റ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയാണ് ഖുദിറാം ബോസ്. ഖുദിറാം ബോസ് 1908 ഖുദിറാം ബോസ് രക്തസാക്ഷിയാവുന്നത്. ചോദ്യം ഒന്നുകൂടെ: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഖുദിറാം ബോസ് 1908. അടുത്തൊരു ചോദ്യം കൂടി: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ മുസ്ലിം രക്തസാക്ഷി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ മുസ്ലിം രക്തസാക്ഷി ആരാണ്? അത് അഷ്ഫഖ് ഉല്ലാ ഖാനാണ്. അഷ്ഫഖ് ഉല്ലാ ഖാനാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ മുസ്ലിം രക്തസാക്ഷി എന്ന് ഓർക്കുക. 4 പോയിന്റ്സ് തമ്മിൽ മാറിപ്പോവാതെ പഠിച്ചു വയ്ക്കണം.
ഇനി 1857 വിപ്ലവത്തിൻ്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1857 വിപ്ലവത്തിൻ്റെ അനന്തരഫലങ്ങൾ. ഈ വിപ്ലവത്തിൻ്റെ പ്രധാന ഫലം എന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം 1857 വിപ്ലവാനന്തരം അവസാനിച്ചു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഓക്കെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഇന്ത്യയിലെ ജനങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ഇതോടുകൂടി വിക്ടോറിയ രാജ്ഞി അധികാരത്തിൽ വരികയാണ്. 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച പ്രധാനമന്ത്രി പാൽമേഴ്സ്റ്റൺ പ്രഭുവാണ്. അപ്പോൾ ഈ വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നയമാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളത്. വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷുകാർ പിന്തുടർന്നു വന്ന നയമാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളത്. ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് ക്രൗൺ ഏറ്റെടുക്കാൻ കാരണമായ നിയമം കൂടിയാണ് 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം. ഓർത്തുവെക്കുക ഇത്രയും പോയിന്റ്സ്. ഇനി നമുക്ക് നോക്കേണ്ടത് 1857 വിപ്ലവത്തിൻ്റെ നേതാക്കളും അവിപ്ലവ കേന്ദ്രങ്ങളും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളവയൊന്ന് ഊട്ടിയുറപ്പിച്ച് പഠിക്കാം. മാച്ച് ചെയ്യാനും അതുപോലെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. നമുക്ക് നോക്കാം. കാൺപൂരിൽ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് നാനാ സാഹിബാണ്. കാൺപൂർ നാനാ സാഹിബ്. ഞാനേ കണ്ടുള്ളൂ എന്ന നന്ദനത്തിലെ ഡയലോഗ് ഓർക്കാട്ടോ. ഞാനേ, നാനാ, കാൺപൂർ. ഓക്കെ, ഞാനേ കണ്ടുള്ളൂ, നാനാ കാൺപൂർ, അങ്ങനെ ആലോചിക്കാം. ഇനി ഡൽഹി, ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനുമാണ് ഡൽഹിയിലെ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത്. ഡൽഹിയിൽ ഭക്ത് ഖാൻ, ബഹദൂർ ഷാ സെക്കൻഡ്. ഝാൻസി പിന്നെ നമുക്ക് ഓൾറെഡി അറിയാം. ഝാൻസിയിൽ റാണി ലക്ഷ്മിഭായി ആണ്. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. മീററ്റിൽ ആരാണ്? ഖദം സിംഗ് ആണ്. മീററ്റ് ഖദം സിംഗ്. ഇനി അലഹബാദ്, ബനാറസ് എന്നിവിടങ്ങളിൽ ലിയാഖത്ത് അലിയാണ് അലഹബാദ്, ബനാറസ് എന്നിവിടങ്ങളിൽ നേതൃത്വം കൊടുത്തത്. മധുരയിൽ ദേവി സിംഗ് ആണ് കേട്ടോ. ദേവി സിംഗ്. ഗ്വാളിയോറിൽ റാണി ലക്ഷ്മിഭായിയും താന്തിയ തോപ്പിയും ചേർന്നാണ് വിപ്ലവം നടത്തിയത്. ഗ്വാളിയോർ, റാണി ലക്ഷ്മിഭായി, താന്തിയ തോപ്പി. ഇനി കോട്ട ജയ് ദയാൽ. ഹരിയാന റാവു തുലാറാം ഹരിയാന. ആസാം മണിറാം ദത്ത ആസാം. ബറൌട്ട് ബർഗാന ഷാമൽ. അടുത്തത് ലക്നൗ, ആഗ്ര, ഔദ്, അയോധ്യ, ബീഗം ഹസ്രത്ത് മഹൽ. ലക്നൗ, ആഗ്ര, ഔദ്, അയോധ്യ എന്നത് ബീഗം ഹസ്രത്ത് മഹലാണ് ഇവിടങ്ങളിൽ നേതൃത്വം കൊടുത്തത്. അടുത്തത് ബീഹാർ, ജഗദീഷ്പൂർ, ആര എന്നിവിടങ്ങളിൽ കൻവർ സിംഗ് ആണ്. ബീഹാർ സിംഹം എന്നറിയപ്പെടുന്ന കൻവർ സിംഗ് ആണ് ബീഹാർ, ജഗദീഷ്പൂർ, ആര എന്നിവിടങ്ങളിൽ നേതൃത്വം കൊടുത്തത്. അടുത്തത് ബറേലിയിൽ ഖാൻ ബഹദൂർ ഖാൻ ആണ്. ഇനി അടുത്തത് മാൻഡസോർ ഫിറോസ് ഷാ. ഇതിൽ നമ്മൾ ഈ ടിക്ക് ഇട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റും PYQ ആയിട്ട് ചോദിച്ചിട്ടുള്ളതും. ആ ഭാഗം ഒന്നുകൂടി നമുക്ക് നോക്കാം. കാൺപൂർ നാനാ സാഹിബാണ്. ഡൽഹി ഭക്ത് ഖാൻ അല്ലെങ്കിൽ ബഹദൂർ ഷാ സെക്കൻഡ്. ഝാൻസിയിൽ റാണി ലക്ഷ്മിഭായി. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. മീററ്റ് കദം സിംഗ്. മധുര ദേവി സിംഗ്. ഗ്വാളിയോർ റാണി ലക്ഷ്മിഭായി, താന്തിയ തോപ്പി. ലക്നൗ, ആഗ്ര, ഔദ്, അയോധ്യ ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. ബീഹാർ, ജഗദീഷ്പൂർ, ആര എന്നിവിടങ്ങളിൽ കൻവർ സിംഗ്. ബറേലി ഖാൻ ബഹദൂർ ഖാൻ. ഈ ടിക്കിട്ട കാര്യങ്ങൾ ഒന്നും കൂടി നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതാണ് PYQ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഒരുവിധപ്പെട്ട എല്ലാ പോയിൻറ്റ്സും നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയി. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൻ്റെ രൂപത്തിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.